ഹായ് ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊക്കെ നമ്മൾ വന്നിരിക്കുന്നത് HCV90 ആയിട്ടാണ്. നമ്മൾ മുന്നേ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, B6. അത് ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ്. ഇത് പറയുമ്പോൾ നമ്മളുടെ കുറച്ചുകൂടെ, അതായത് ഡിസൈനിൽ നമുക്ക് അധികം അറിയാണ്ട് B6ൻ്റെ അത്രയ്ക്ക് ഒരു സ്പോർട്ടിനെസ് നമുക്ക് ഈ ഒരു ഡിസൈനിൽ അറിയത്തില്ല കേട്ടോ. അത് നമ്മൾ B6 പറയുമ്പോൾ ഭയങ്കര സ്പോർട്ടി, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ആ ഒരു കാറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളുടെ ബിഗ് സൈസ് HUV, അതായത് ഡിസൈനിലും അതിൻ്റെ ഇതിലെല്ലാം ഒതുങ്ങിയിട്ടുള്ള ഒരു വണ്ടി പോലെ ആയിരിക്കും നമുക്കിത് കാണുമ്പോൾ തോന്നുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. HUV പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ HCV90 പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് B6 പറയുന്നത്, അത് പറ്റി പറയുമ്പോൾ ആ ഒരു പവർ, അത് ഇനിഷ്യൽ ടോർക്കും, പിന്നെ അതേപോലെ ആ ഒരു വണ്ടി എന്ന് പറയുന്ന ഒരു പെർഫോമൻസ്, അടിപൊളി ഒരു പെർഫോമൻസ് കാര്യങ്ങളാണ് ആ ഒരു B6 നമുക്ക് കിട്ടുന്നത്. പിന്നെ വെച്ച് നോക്കുമ്പോൾ ഇത് 6 എത്രയിലാണ് 0 to 100 ടച്ച് ചെയ്യാനുള്ള ടൈം. അത് ഇതിന് B6 പറയുമ്പോൾ ഇതിനൂടെ ഒന്നുകൂടെ ക്വിക്കർ ആയിരിക്കും ആ ഒരു വണ്ടി. അതായത് B6 പറയുമ്പോൾ ഇതിനൂടെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും ആ വണ്ടി പറയുന്നത്. പിന്നെ സൈസ് നോക്കുമ്പോൾ തന്നെ B6നെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയൊരു സൈസാട്ടോ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. വലിയൊരു സൈസാണ് ഈ വണ്ടി എന്ന് പറയുമ്പോൾ. വീഡിയോ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, അതായത് ഈ ഒരു വണ്ടിന്റെ സൈസ് എത്രത്തോളം വന്നിരിക്കുന്നത്. ആ ഒരു B6 നോക്കിയല്ലോ, അതായത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള, ഭയങ്കര എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു അത്. അങ്ങനത്തെ ഒരു ഡിസൈൻ ആയിരുന്നു ആ ഒരു വണ്ടിയുടെ. B6ൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ഭയങ്കര എയർ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു വണ്ടിയിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിസൈൻ അങ്ങനെയാണ് അവർ മഹേന്ദ്ര മേക്ക് ചെയ്തിരുന്നത്. മഹേന്ദ്രന്റെ എല്ലാ ഇലക്ട്രിക് വണ്ടികളും, അതായത് കാറുകളും, അവരിപ്പോൾ ഇൻഗ്ലോ പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വോക്സ് വാഗനായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻഗ്ലോ പറയുന്നത്. അത് വൈകാതെ തന്നെ നമ്മളുടെ മഹേന്ദ്ര അത് ഓണായിട്ട് തന്നെ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ കാര്യത്തിൽ ഇതാട്ടോ, ഇപ്പോഴത്തെ ഇൻഗ്ലോ പറയുന്നത് ഇവരുടെ മഹേന്ദ്രൻ്റെ ഓണായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതായത് വോക്സ് വാഗനായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഇപ്പോൾ കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂലോട്ട് പോകും. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാമല്ലോ. അതായത് എന്നെ ഒരു 5.5 ഹൈറ്റ് വരുന്നത്, അതായത് എൻ്റെ ഒരു ഹൈറ്റ് നോക്കി, ഈ ഒരു വണ്ടിൻ്റെ ഹൈറ്റ് നോക്കിക്കേ, അതേ അത്രയും വലിയൊരു വണ്ടിയാട്ടോ ഇത്. അതായത് നമുക്ക് B6 പറയുമ്പോൾ നമുക്ക് ഇതിനെക്കാട്ടി കുറച്ച് ഹൈറ്റ് കമ്മിയായിരുന്നു, പക്ഷേ ഇതിൽ ഭയങ്കര, ഈ ഒരു വണ്ടിക്ക് ഭയങ്കര ഹൈറ്റ് കൂടുതലാട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതായത് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ കാര്യങ്ങളാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ വലിയൊരു ബോണറ്റ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. ഈ കർവ്, അതായത് നമ്മൾ B6 കണ്ട അത്ര സ്പോർട്ടിനെസ് ഇല്ലെങ്കിലും നമുക്ക് എയർ കട്ട് ചെയ്യാനുള്ള കുറച്ച് കർവ് കാര്യങ്ങളെല്ലാം നമുക്ക് ബോണറ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് പോർഷനാണ് കേട്ടോ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു DRLs കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. വലിയൊരു DRLs കാര്യങ്ങളാണ്. അതായത് ഇതൊരു സെക്ഷൻ DRLസും, പിന്നെ ഇതിനോട് തന്നെ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഈ ഒരു കർവ് ഷേപ്പിൽ നമുക്കൊരു DRLസും തന്നിട്ടുണ്ട്. അതായത് ഇത് ടോട്ടൽ ഒരു യൂണിറ്റ് പോലെ കേട്ടോ. അതായത് പോലെയാണെന്ന് തന്നെ പറഞ്ഞത്. അതായത് ഇങ്ങനെ വന്നുകൊണ്ട് ഈ ഒരു ലൈറ്റ് നേരെ അവസാനിക്കുന്നത് ഈ ഒരു ഇതിൽ ജോയിൻ്റ് ആകുന്ന അങ്ങനെ ഒരു ടൈപ്പിലുള്ള DRLs കാര്യങ്ങളെല്ലാം തന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ നമുക്ക് ഫോഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് 3 ഫോഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു ഹെഡ് ലൈറ്റും നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ബൈ ഡയറക്ഷണൽ LED ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു പോർഷനിൽ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് കാര്യങ്ങളുണ്ട്. അതായത് എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു ADAS സിസ്റ്റം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ നമുക്ക് ഇവിടെ ചെറിയൊരു പോർഷനിൽ ഇവിടെ ഒരു ഡിസൈൻസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടിൻ്റെ ഹൈറ്റ് നമുക്ക് നോക്കുകയെന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ ഒരു 5.5 ഹൈറ്റ് ആട്ടോ ഉള്ളത്. അതായത് ഈ ഒരു വണ്ടീൻ്റെ ഹൈറ്റ് നോക്കി, എൻ്റെ ഏകദേശം സെയിം ഹൈറ്റിലാണ് ഈ ഒരു വണ്ടിൻ്റെ റൂഫ് കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ഇത്രയ്ക്ക് ഹൈറ്റാണ്, അത്രയ്ക്കും ഹൈറ്റുള്ള ഒരു വണ്ടിയാണ് കേട്ടോ നമ്മുടെ HCV90 പറയുന്നത്. മഹേന്ദ്രൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഇവരുടെ പല വണ്ടികൾ, അതായത് പുതിയതായിട്ട് ഇറക്കുന്ന പല വണ്ടികളും ഭയങ്കര ഹിറ്റിങ് ആണ്. കാരണം താറായാലും അത് ഭയങ്കര ഹിറ്റായിരിക്കണം. പിന്നെ അതേപോലെ XUV700 അത് ഭയങ്കര ഹിറ്റാണ്. പിന്നെ അതേപോലെ HUV 3HO അതും ഭയങ്കര ഹിറ്റാട്ടോ. ഇങ്ങനത്തെ പല സെഗ്മെന്റിലും ഇവർ കാർ ഇറക്കിയിട്ടുണ്ട്. അത് എല്ലാ കാറും ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ചരിത്രമാണ് നമ്മുടെ മഹേന്ദ്രയ്ക്കുള്ളത്. ഒരു വണ്ടിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴാണ് ഈ വണ്ടിൻ്റെ ആക്ച്വലി എത്രത്തോളം വലിയ വണ്ടിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുക. അതായത് ഈ ഒരു വണ്ടിയുടെ ലെങ്ത് പറയുമ്പോൾ 4.7 mm മീറ്റേഴ്സാണ് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് 4.7
സംതിങ് ആണ് ഈ ഒരു വണ്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അത്രയ്ക്കും വലിയൊരു വണ്ടി തന്നെ കേട്ടോ. സൈഡ് പ്രൊഫൈലിൽ നിന്നൊക്കെ നോക്കുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഈ ഒരു വണ്ടി അത്രയും വലിയൊരു വണ്ടിയാണെന്ന്. പിന്നെ ഇതിന്റെ ടയർ പ്രൊഫൈലിലോട്ട് പോയി കഴിഞ്ഞാൽ 19 ഇഞ്ചസ് വീൽസ് ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോം ഫിൽഡ് ടയേഴ്സ് ആണ് കേട്ടോ നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് ഡിസൈൻസ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അതായത് ക്രോം എലമെന്റും ബ്ലാക്ക് എലമെന്റും ഒക്കെ വന്നിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളാണ് നമുക്ക് മഹേന്ദ്ര ഇതിൽ തന്നിരിക്കുന്നത്. പിന്നെ അതേ ഈ വീലിൽ തന്നെ നമുക്കൊരു ഇൻഫിനിറ്റി മഹേന്ദ്രന്റെ ഇൻഫിനിറ്റി ലോഗോവും പാടെ ഇതിലൊന്നും തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടയറിന്റെ ഒരു പ്രത്യേകത പറയുമ്പോൾ പ്രത്യേകം നമുക്ക് EV വെഹിക്കിൾസിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടയർ കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ടയറിന് നമുക്ക് നോയ്സ് ഭയങ്കര രീതിയിലുള്ള കുറവായിരിക്കും ഈ ഒരു ടയർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അത്രത്തോളം നോയ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ടയറിന് കിട്ടത്തില്ല. പിന്നെ ഈ ഒരു വണ്ടി ഹയർ സ്പീഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഉള്ളിലോട്ട് ഡ്രൈവറിനെ ബാധിക്കുന്ന രീതിയിലുള്ള നോയ്സ് കാര്യങ്ങളൊന്നും ഈ ടയർ നമുക്ക് അത്രത്തോളം ലൗഡ് ആയിരിക്കില്ല ഈ ഒരു ടയർ. പിന്നെ സൈഡ് പ്രൊഫൈലിലോട്ട് നമുക്ക് ഡീപ്പായി പോകുകയാണ് പറഞ്ഞാൽ നമുക്ക് പിയാനോ ബ്ലാക്കിലാണ് ഈ ഗ്ലാസിന്റെ ഏരിയ മൊത്തം ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഈ അവിടെ എല്ലാം ഫുള്ളായിട്ട് പിയാനോ ബ്ലാക്കിലാണ് നമുക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ബാക്കിൽ നമുക്ക് BE6 കണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഡോർ ലോക്സ് ആണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടിയിൽ നോട്ടീസ് ചെയ്യേണ്ട കാര്യം നമുക്ക് സൈഡ് പ്രൊഫൈൽ മൊത്തം, അതായത് ഫ്രണ്ടിൽ നിന്ന് അവസാനം വരെയും നമുക്ക് പിയാനോ ബ്ലാക്കിൽ ഒരു ടച്ച് തന്നിട്ടുണ്ട് കേട്ടോ. സൈഡ് പ്രൊഫൈൽ മൊത്തം നമുക്ക് പിയാനോ ബ്ലാക്കിൽ നമുക്കൊരു ടച്ച് തന്നിട്ടുണ്ട്. അത് ഈ റെഡ് കളറിനോടൊപ്പം ഈ പിയാനോ ബ്ലാക്ക് പറയുമ്പോൾ എല്ലാ കളറിനോടൊപ്പം നല്ല ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു കളർ തന്നെയാണ് പിയാനോ ബ്ലാക്ക്. അപ്പോൾ ഈ ഒരു റെഡിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ മാച്ച് ആയി നിൽക്കുന്നത് ഈ ഒരു കളർ കേട്ടോ. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഈ ഒരു ഫൈബർ പ്ലാസ്റ്റിക് എന്ന് മാറി ഇപ്പോൾ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഈ ഒരു ലെവലിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വണ്ടിന്റെ സൈസ് പോലെ തന്നെ നമുക്ക് വലിയൊരു മിറേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മിഡ് വേരിയന്റ് ആയതുകൊണ്ട് ഇവിടെ ക്യാമറ കാര്യങ്ങളൊന്നുമില്ല. ഹയർ എൻഡിൽ നമുക്കൊരു ക്യാമറ കാര്യങ്ങളെല്ലാം 360 ക്യാമറ കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡർ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് റിവേഴ്സ് എടുക്കുമ്പോഴുള്ള ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിന്റെ ബാക്ക് എന്ന് കാണുമ്പോൾ ഒരു ബൾക്കി ലുക്ക് ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്കും വലിയൊരു വണ്ടി തന്നെയാണ്. അതായത് എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, എൻ്റെ ഒരു സൈസ് നോക്കി, ഈ ഒരു വണ്ടിന്റെ സൈസ് നോക്കി, അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം വലിയൊരു വണ്ടിയാണെന്ന്. പിന്നെ താഴത്തെ സെക്ഷനിലോട്ട് പോകുമ്പോൾ സിൽവറിന്റെ ഒരു സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ട്രിപ്പ് നേരെ വന്നിട്ട് അവസാനിക്കുന്നത് ഇവിടെയാണ്. ഈ വണ്ടിന്റെ ഓരോ ആംഗിൾ കാണുമ്പോൾ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വണ്ടി മേക്ക് ചെയ്തിരിക്കുന്നത്, എത്രത്തോളം ചിന്തിച്ചിട്ടാണ് ഇതിന്റെ എഞ്ചിനീയേഴ്സ് ഈ ഒരു വണ്ടി നമുക്ക് മേക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അത്രയ്ക്കും ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ മഹേന്ദ്ര ഈ ഒരു വണ്ടിന്റെ മേലെയും. പിന്നെ അതേപോലെ ഈ ഒരു വണ്ടിന്റെ ബാറ്ററിന്റെ മേലെയും. ഈ ഒരു ബാറ്ററിന്റെ മേലെ മഹേന്ദ്രയ്ക്ക് അത്രയ്ക്കും നല്ലൊരു വിശ്വാസമാണ്. കാരണം ഈ ഒരു വണ്ടിന്റെ ബാറ്ററി നമുക്ക് ഫയറിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലോറി കയറ്റി നോക്കിയിട്ടുണ്ട്. പിന്നെ എത്രയോ ഹൈറ്റിൽ നിന്ന് എടുത്ത് താഴെ ഇട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനത്തെ പല ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടിയിൽ ഈ ഒരു ബാറ്ററി സെറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വണ്ടി 45 ലക്ഷം സംതിങ് എത്ര കിലോമീറ്റേഴ്സ് പല വണ്ടികളായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനലി ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇന്ത്യക്ക് എന്നല്ല നമുക്ക് കസ്റ്റമേഴ്സിന് പുറത്ത് വിട്ടിരിക്കുന്നത്. അത്രത്തോളം ട്രസ്റ്റാണ് ഈ ഒരു മഹേന്ദ്രയ്ക്ക് ഈ ഒരു വണ്ടിന്റെ മേലായിട്ട്, ഈ ഒരു ബാറ്ററിയുടെ മേലെ. പിന്നെ ഇതിന്റെ സസ്പെൻഷനിലോട്ട് പോയിരുന്ന മെക്ഫസൻ ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. 5 ലിങ്ക് ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻസ് ആണ് കേട്ടോ തന്നിരിക്കുന്നത്. ഓരോ ടയറിലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സസ്പെൻഷൻസ് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. HCV 700 പിന്നെ അതേപോലെ തന്നെ നമുക്ക് BE6 പിന്നെ ഇങ്ങനത്തെ പല വണ്ടികളിലും കണ്ടുവന്നിരിക്കുന്ന അതേ സസ്പെൻഷൻസ് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മെക്ഫസൻ 5 ലിങ്ക് ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. ഓരോ ടയറിന് ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻസ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കും സ്റ്റെബിലിറ്റി ആയിരിക്കും ഈ ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ അടുത്തത് ഇതിന്റെ ബ്രേക്കിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ 4 വീലിലും നമുക്ക് ഇലക്ട്രിക് ബ്രേക്ക് സിസ്റ്റം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് ഇതിന്റെ ബ്രേക്കിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ 4 വീലിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ആണ്. ഡിസ്ക് ബ്രേക്ക് ആയിട്ട് വലിയ കാര്യമില്ല, പക്ഷെ ഇലക്ട്രിക് ഡിസ്ക് ബ്രേക്ക് ആണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക് ബൈ വയർ എന്ന ടെക്നോളജി ഇതിൽ തന്നിട്ടുണ്ട്. ഇന്റലിജന്റ് ബ്രേക്ക് ബൂസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഇതിൽ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഹൈ സ്പീഡ്സിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ബ്രേക്കിന്റെ ആ ഒരു പെർഫോമൻസ് അത് ഇലക്ട്രിക്കലി അത് ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കൂടിയാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. ഇതുകൊണ്ട് മാത്രം നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണെന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മൾ ഈ ഒരു വണ്ടി വെച്ചിട്ട് നമുക്ക് റോഡ് പ്രസൻസ് പറയുമ്പോൾ എൻ്റെ പൊന്നിടാവേ നല്ല ഞാൻ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ അതായത് ഈ ഒരു വണ്ടി പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കണ്ടോ HCV 9 അങ്ങനത്തെ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ വരുന്ന റോഡ് പ്രസൻസ് അല്ലോ അപാര റോഡ് പ്രസൻസ് കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻസൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആയതുകൊണ്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സീറ്റും പാടെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക്
ഭയങ്കര ലെഗ് സ്പേസ് ആണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. അതായത് B6 കാട്ടി നല്ല രീതിക്കുള്ള ലെഗ് സ്പേസ് ആണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. നല്ല ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. നല്ല അത്രയ്ക്കും നല്ലൊരു ലെഗ് സ്പേസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സീറ്റ് കൂടിയാണ് നമുക്ക് ഇത് പറയുന്നത്. ഈ ഒരു സീറ്റ് പറയുന്നത് ഈ ഒരു വണ്ടിന്റെ സ്പേസ് നമുക്ക് നോക്കുകയാണെന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം നിന്നിട്ടുണ്ട്. BS6 വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ട് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ നമ്മളെ ചുറ്റും ഒരു റിങ് പോലെ, അതായത് നമ്മൾ എയർക്രാഫ്റ്റിലൊക്കെ ഇരിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നിക്കുക. നമ്മളെ എപ്പോഴും എൻഗേജിങ്, അതായത് സ്പോർട്ടി ലുക്ക് നഷ്ടപ്പെടാണ്ടിരിക്കാൻ എപ്പോഴും എൻഗേജിങ് ആയി വെക്കുന്ന ഒരു കുറച്ച് ഇലക്ട്രിക്കലി കുറച്ച് സിസ്റ്റംസ് എല്ലാം ഇതിലുണ്ട്. അതായത് ഇലക്ട്രിക്കലി പറയുമ്പോൾ ഈ ഒരു ലൈറ്റ്സ് ആയാലും പിന്നെ ഈ ഒരു നോബ്സ് കാര്യങ്ങളെല്ലാം നമ്മളുടെ അടുത്ത് തന്നെ ഇരിക്കും. അത്രയ്ക്കും നമ്മളുടെ ക്ലോസർ ആയിരിക്കും ആ ഒരു വണ്ടി പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിലും ഈ ഒരു വണ്ടിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് അത്രത്തോളം സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അത്രത്തോളം നമുക്ക് സ്പേഷ്യസ് ആട്ടോ ഈ ഒരു വണ്ടിൻ്റെ ഇൻസൈഡായിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിലോട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് 12.3 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേസാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും അതേപോലെ തന്നെ നമുക്ക് 2 ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റംസും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തു. വലിയൊരു ഡിസ്പ്ലേസിൻ്റെ ബസൽസ് കാര്യങ്ങളാട്ടോ നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതായത് ഈ ഒരു അറ്റത്ത് നിന്ന് ക്ലോസ് ചെയ്ത് പിന്നെ അതേപോലെ നേരെ ആ ഒരു അറ്റത്തായിരിക്കും ഈ ഒരു ഡിസ്പ്ലേൻ്റെ ഒരു ബസൽസ് കാര്യം അവസാനിക്കണമെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു AC വെൻസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് ആ ഒരു അറ്റത്തും തന്നിട്ടുണ്ട്, ഇതുണ്ടല്ലോ ആ ഒരു അറ്റത്തും തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് സെൻട്രൽ ആയിട്ട് നമുക്കൊരു AC കൺസോളും പാടാൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. പിന്നെ പാസഞ്ചർ എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഓണാണോ പറഞ്ഞിട്ടുള്ള പല ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതിൻ്റെ ഒരു ഡോർ സ്വിച്ച് ഗിയേഴ്സ് കേട്ടോ. അതായത് സെൻട്രൽ ലോക്ക് സിസ്റ്റം, പിന്നെ ഡോർ ഓപ്പൺ ക്ലോസ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യണ കുറച്ച് മെമ്മറി ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ലെവലിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡോറ് ഗ്ലാസ് ഓപ്പൺ ആൻഡ് ക്ലോസ്, അതായത് ഈ ഒരു ഡ്രൈവർക്ക് തന്നെ നമുക്ക് 4 ഡോസും കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുമ്പോൾ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം തന്നെയാണ്. ഹാർമൻ ഗാർഡൻ്റെ 16 സ്പീക്കറോളം ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സബ് ബൂഫറും പുറകിലായിട്ട് നമുക്ക് മഹേന്ദ്ര വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം ഈ ഒരു ട്യൂണിങ് കാര്യങ്ങൾ, അതായത് കറക്റ്റ് ലെവൽ ചെയ്തത് നമ്മളുടെ AR റഹ്മാനാണ് ഈ ഒരു മ്യൂസിക്കിൽ കൈവച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു സൈഡിലോട്ട് ഒരു സ്പീക്കർ ഉണ്ട്, പിന്നെ അതേപോലെ അതിൻ്റെ ടോപ്പിൽ ഒരു സ്പീക്കറുണ്ട്, പിന്നെ അങ്ങേയറ്റത്ത് ഒരു സ്പീക്കറുണ്ട്, ഈ ഒരു ഭാഗത്തൊരു സ്പീക്കറുണ്ട്, ഈ ഒരു ഭാഗത്ത് 2 സ്പീക്കറാട്ടോ ഉള്ളത്. അതായത് ഇവിടെ ടോപ്പിലായിട്ട് ഒരു സ്പീക്കറുണ്ട്, ഇവിടെ ഒരു സ്പീക്കറുണ്ട്, പിന്നെ എൻ്റെ ഈ ഒരു ഹെഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സ്പീക്കറുണ്ട്, ആ ഒരു ഭാഗത്തൊരു സ്പീക്കറുണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഒന്നുണ്ട്. അങ്ങനെ 16 സ്പീക്കേഴ്സാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇൻസൈഡിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഈ ഒരു മാപ്പിങ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതായത് സ്നാപ് ഡ്രാഗൺ ജെൻ ഈ ഒരു ഇതിലാണ്, ഈ ഒരു പ്രോസസ്സർ കാര്യങ്ങളാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു മായ പറയുന്ന ഈ മഹേന്ദ്രൻ്റെ തന്നെ ഒരു AI, അതായത് അവരിൻ്റെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് അവരിൻ്റെ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ തന്നെ ഈ ഒരു കാറിൻ്റെ ഉള്ളിൽ അത്രയും കുത്തി കയറ്റി വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ തന്നെ അത്രയ്ക്കും പവറുള്ളൊരു ചിപ്പ് സെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്നാപ് ഡ്രാഗനാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്ക് തിരിക്കാനും, അതായത് ജസ്റ്റ് ഈ ഒരു 1 ഫിംഗർ വെച്ചിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു 1 ഫിംഗർ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യും, ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അത്രയ്ക്കും നല്ല സിമ്പിളായിട്ടുള്ളൊരു ഇലക്ട്രിക് സിസ്റ്റമാണ് ഈ മഹേന്ദ്ര ഈ ഒരു ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാനത് വേറെ എന്തോ ആണെന്ന് വിചാരിച്ചത് നോക്കി, ഒരു സ്റ്റോറേജ് ബോക്സും ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ചാർജിങ് പോർട്ട് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു USB-യുടെ സിമ്പിളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഒരു വയർലെസ് ചാർജിങ് പാഡ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു വലിയൊരു ഗ്യാപ്പും, അതായത് സ്റ്റോറേജ് ബോക്സും ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് സിംഗിൾ ക്ലിക്കിൽ അത് ക്ലോസ് ചെയ്യാനും പറ്റും. പിന്നെ ഗിയർ നോബ്സ് കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു രീതിക്കാണ് ഗിയർ നോബ്സ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഒരു പാർക്കിംഗ്, ആട്ടോ ഹോൾഡ് ബട്ടൺസ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ
വോയിസ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് ഗിയേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ AC കൺട്രോൾസ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗിയർ നോബ്സ്, അതായത് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, പിന്നെ അതേപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ഒരു ഗിയർ ജോയ്സ്റ്റിക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ മൂവബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റും പാടെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്കൊരു സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. സൺറൂഫ് നമുക്ക് എക്സ്റ്റാൻഡബിൾ ആണ്, അതായത് ഇങ്ങനെ എക്സ്റ്റാൻഡബിൾ ചെയ്തിട്ട് നമുക്ക് ഓടിക്കാനും പറ്റും. അപ്പോൾ പിന്നെ ടോപ്പിൽ തന്നിരിക്കുന്ന ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് ചളിയാവുമെന്ന് നമുക്ക് നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. കട്ട് സീറ്റ്സ് കാര്യങ്ങളാണ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സീറ്റ് കൺട്രോൾ ചെയ്യേണ്ട നോബ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഇത്രത്തോളം നമുക്ക് അതായത് സ്റ്റിയറിംഗിന് നമുക്ക് ഇത്രത്തോളം നമുക്ക് പുറകോട്ട് വരാൻ പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാക്ക് പറയുമ്പോൾ അത് ഈ സെൻട്രൽ സ്വിച്ചാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടോ. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സീറ്റ്സ് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഹെഡ് സ്പേസ് ആട്ടോ എനിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ലെഗ് സ്പേസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് തന്നെ ഉണ്ട്. അതായത് ഭയങ്കര നിവർന്നിട്ട് തന്നെ നമുക്ക് ഇത് കണ്ടോ, എൻ്റെ കാല് നിവർത്തിയിട്ട് തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റും. പിന്നെ അതേപോലെ ലെഗ് സ്പേസും ഉണ്ട് നല്ല. പിന്നെ ഹാൻഡ് റെസ്റ്റ് എല്ലാം നല്ല ഫ്രീ ആയിട്ട് തന്നെ വെക്കാൻ പറ്റുന്ന ഒരു കാർ കൂടിയാണ്. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നമുക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒരു അടിപൊളി സാധനം കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇത് എങ്ങനെ ഉണ്ടെന്ന്. വാ, അത് നൈസായിട്ടാണ് മഹേന്ദ്ര ചെയ്തിരിക്കുന്നത്. പിന്നെ 663 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി അത്. പിന്നെ അതേപോലെ തന്നെ പുറത്തോട്ട് വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു സ്പേസും അവിടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ